കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെ സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരുടെയും ഗതകാല ജീവിതത്തിലെ സകല പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ വചനങ്ങൾ കേൾക്കാൻ നാം ഒരുമിച്ച് കൂടിയിരുന്നതുപോലെ നാളെ അവൻ്റെ സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മാഇദയാണ്. അതിലെ 106-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. ഈ ഒരു ആയത്തിൻ്റെ ആയത്തിൻ്റെ 3 ആയത്ത്, ഇത് തുടർന്ന് വരുന്ന 2 ആയത്ത് കൂടിയുണ്ട്. അപ്പോൾ ഈ ആയത്ത് എന്തിനെ സംബന്ധിച്ചുള്ളതാണ് എന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കേണ്ടായി. അഥവാ ആയത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നു, പക്ഷേ നിയമം പ്രാബല്യത്തിലില്ല, നിയമമില്ലാത്ത വചനമാണ്. ആദ്യ കാലഘട്ടത്തിലെ നിയമമാണ്. പിന്നീട് മറ്റൊരു നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഈ നിയമത്തിനെ അസ്ഥിരപ്പെടുത്തപ്പെട്ടു. നാസിഖ് എന്ന് പറയും, നാസിഖ് മൻസൂഖ് എന്നൊക്കെ പറയും അറബിയിൽ. അതായത് മരണമാസന്നമാകുന്ന ഒരാൾ 2 സാക്ഷികളെ, അയാൾ മരിക്കും എന്ന് ഉറപ്പുണ്ട്, അങ്ങനെ വന്നാൽ 2 ആളുകളെ, നീതിമാന്മാരായ 2 ആളുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിട്ട് തൻ്റെ സ്വത്തുക്കളെ ഇന്ന ഇന്ന ആളുകൾക്ക് ഞാൻ നൽകുന്നു എന്ന് വസിയത്ത് ചെയ്യണം. അങ്ങനെ വസിയത്ത് ചെയ്തെങ്കിൽ മാത്രമേ അനന്തരാവകാശികൾക്ക് സ്വത്ത് ലഭിച്ചിരുന്നുള്ളൂ. ഇനി അതേപോലെ യാത്രാമധ്യയാണ് മരണമാസന്നമാകുന്നത്. നീതിമാന്മാരായ സാക്ഷികളെ, പരിചയമുള്ള സാക്ഷികളെ അവിടെ ലഭ്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെയും പരിചയമില്ലാത്ത ആളുകളെയും 2 സാക്ഷികളെ സാക്ഷ്യപ്പെടുത്തണം എന്നുള്ള നിയമം. ചുരുക്കി പറഞ്ഞാൽ അനന്തരാവകാശികൾക്ക് സ്വത്ത്, മാതാവിൻ്റെ പിതാവിൻ്റെ സ്വത്തുക്കൾ ലഭിച്ചിരുന്നത്, അനന്തരാവകാശം ലഭിച്ചിരുന്നത് വസിയ്യത്തിന്റെ മാർഗത്തിലൂടെ മാത്രമേ ആയിരുന്നുള്ളൂ ആദ്യ കാലഘട്ടത്തിൽ. അങ്ങനെ അതറിഞ്ഞുകൊണ്ട് ഈ വസിയ്യത്ത് നടത്തപ്പെടുമ്പോൾ സാക്ഷികളായ ആളുകൾ അത് യഥാവിധി നടത്തിയിരുന്നില്ല. അർഹതപ്പെട്ടവർക്ക് അവർ കൊടുത്തിരുന്നില്ല. അവരത് കൈവശപ്പെടുത്തും. മാത്രമല്ല, ചില ബന്ധുമിത്രാദികളോട് ചേർന്ന് നിന്നുകൊണ്ടിട്ട് അവർ മറ്റുള്ളവരുടെ കൂടി അവകാശങ്ങളെ കവർന്നെടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിയമത്തിന് അസ്ഥിരപ്പെടുത്തപ്പെട്ടു. ഫറായിദിന്റെ നിയമമായി. മാതാവോ പിതാവോ മരണപ്പെടുന്നു, അവർ വസിയത്ത് ചെയ്തില്ല എങ്കിലും മക്കള്, സഹോദരങ്ങള്, ഭാര്യ എന്ന് തുടങ്ങിയ ആളുകൾക്ക് അതിന് അവകാശമുണ്ട്, അനന്തരാവകാശമുണ്ട്. ഇത്ര വിഹിതങ്ങൾ അവർക്കുണ്ട് എന്നുള്ള ഫർളായ നിയമം ഇറങ്ങിക്കഴിഞ്ഞപ്പോ വസിയത്ത് ചെയ്താലേ അനന്തരാവകാശം കിട്ടുകയുള്ളൂ എന്നുള്ള നിയമം അസ്ഥിരപ്പെടുത്തപ്പെട്ടു. അതാണ് ഈ ആയത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അനന്തരാവകാശത്തിനെ സംബന്ധിച്ച്, ഫറായിദിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ തൊട്ടടുത്ത സൂറത്ത് വരുന്നുണ്ട്. സൂറത്തുൻ നിസാ, സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന ഒരു അധ്യായം. തൊട്ടടുത്ത ആയത്താണ്, അടുത്ത സൂറത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ സൂറത്തില് അനന്തരാവകാശ സ്വത്തുക്കൾ എങ്ങനെയാണ് വീതം ചെയ്യപ്പെടേണ്ടത്, ഇന്ന് നാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള അനന്തരാവകാശ കൈമാറ്റമാണോ, നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവർ നീതിപൂർവം ശരീഅത്തിന്റെ നിയമം അനുസരിച്ചിട്ടാണോ സ്വത്തുക്കൾ വിഭജനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇതെല്ലാം വിശ്വാസികൾക്കാണ് ബാധകം. ഷഹാദത്തു ബൈനികും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്,
മരണമാസന്നമാകുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ സാക്ഷികളെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. ഹീനൽ വസിയ്യത്തി, അഥവാ നിങ്ങൾ വസിയ്യത്ത് ചെയ്യുകയാണ് എങ്കിൽ, നിങ്ങൾ വസിയ്യത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സാക്ഷികളെ സാക്ഷ്യപ്പെടുത്തണം. ഇത്നാനി ദവാ അദ്ലിൻ മിൻകും, അഥവാ നിങ്ങളിൽ നിന്നും നീതിമാന്മാരായ 2 ആളുകളെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. ഔ ആഖറാനി മിൻ ഗൈരികും ഇൻ അൻതും ലറബതും ഫിൽ അർളി ഫഅസാബതുകും മുസീബത്തുൽ മൗത്ത്. ഇനി നിങ്ങൾ യാത്രയിലായിരിക്കെ മരണവിപത്ത് നിങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ അപ്പോൾ അന്യരായ 2 ആളുകളെ നിങ്ങൾക്ക് സാക്ഷിയാക്കാവുന്നതാണ്. അന്യരായ 2 ആളുകളെ സാക്ഷിയാക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് സാക്ഷിയാക്കിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് നിങ്ങളുടെ സ്വത്തിൽ നിന്ന് അവർക്ക് കിട്ടുമായിരുന്നുള്ളൂ. തഹ്ബിസൂനഹുമാ മിൻ ബഅദി സ്വലാത്ത്, നീ ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷികളായിട്ടുള്ള ആളുകൾ അവരുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടാവുകയാണ് എങ്കിൽ അവരെ നിങ്ങൾ ഒരു നമസ്കാരത്തിന് ശേഷം അവരെ തടഞ്ഞു വയ്ക്കണം. ഏതൊരു നമസ്കാരമാണോ കണ്ടുമുട്ടുന്നത്, ആ നമസ്കാരത്തിന് ശേഷം അവരെ തടഞ്ഞു നിർത്തിയിട്ട് ഫയുഖ്സിമാനി ബില്ലാഹ്, നിങ്ങൾ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം. ആരെ കൊണ്ട്? സാക്ഷികളെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യിപ്പിക്കണം. എപ്പോൾ ഇനി ഋതബുത്തും, നിങ്ങൾക്ക് അവരിൽ എന്തെങ്കിലും സംശയം ജനിക്കുകയാണെങ്കിൽ, കാരണം ഇവര് നീതിപൂർവമല്ല, നമ്മൾ കൊടുത്തിട്ട് പോയ വസിയത്ത് ചെയ്തിട്ട് പോയ സ്വത്ത് ഇവർ നീതിപൂർവമല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ ഇന്ന വിഷയങ്ങൾ ഉള്ളവരാണ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സാക്ഷികളെ നിങ്ങൾ തടഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം. എന്താ സത്യം ചെയ്യിപ്പിക്കേണ്ടത്? ഇങ്ങനെ നിങ്ങൾ സത്യം ചെയ്യിപ്പിക്കണം. അള്ളാഹു പറയുകയാണ്, ലാ നശ്തരി ബിഹി തമനൻ വലൗ കാന ദാ ഖുർബാ. എങ്ങനെ സത്യം ചെയ്യണ്ടേ? ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ തന്നെ ഞങ്ങൾക്കെതിരായാൽ പോലും ഞങ്ങൾ സത്യത്തെ വിറ്റ് ഞങ്ങൾ വില വാങ്ങുകയില്ല. ഞങ്ങളെ